മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പലതരത്തിലുണ്ട്. സിനിമയിലാവുമ്പോൾ തന്റെ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വിവാദമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ഒരു പൊതു പ്രശ്നത്തിൽ കയറി ഇടപെടുക. അങ്ങനെ നിരവധി വഴികൾ ഇതിനുണ്ട്. ജയസൂര്യ മുൻപ് തന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് പയറ്റി നോക്കി വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രമാണിത്. അടുത്ത കാലത്തായി നയൻതാരയും ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റും തന്റെ സിനിമകൾ ഇറങ്ങുന്നതിന് മുൻപ് വിവാദമുണ്ടാക്കി അതിന്റെ പച്ചപ്പിലൂടെ സിനിമ ഇറക്കി ആളുകളെ കൂട്ടുന്ന ആള് തന്നെയാണ്. മലയാള സിനിമ നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ് ഇത്. ആദ്യഘട്ടത്തിൽ നിർമ്മാതാക്കളുടെ എതിർപ്പും അവർ ഉന്നയിച്ച വിഷയങ്ങളും ഒക്കെയാണ് സിനിമയെ സാരമായി ബാധിച്ചത്. ഈ വിഷയത്തിൽ ഇതുവരെയും പ്രശ്നപരിഹാരം ആയിട്ടില്ല. നിർമ്മാതാക്കളുടെ സംഘടനയും താരങ്ങളും തമ്മിൽ ഇതുവരെയും കൃത്യമായ ധാരണയിൽ എത്തിയിട്ടുമില്ല. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലവും പ്രൊഡക്ഷൻ ചിലവും ഒക്കെ നിർമ്മാതാക്കൾ നിരന്തരമായി ഉന്നയിക്കുന്നുമുണ്ട്. അത് തെല്ലൊന്ന് അടങ്ങിയതിന് പിന്നാലെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്ന ഖ്യാതിയോടുകൂടി എത്തിയ എമ്പുരാൻ തീവ്ര വലതുപക്ഷ കക്ഷികളുടെ വിമർശനത്തിന് ഇരയാകുന്നത്. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം നിറഞ്ഞ സദസ്സുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. എങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. ഈ അവസരത്തിൽ മലയാള സിനിമയിലെ പ്രതിസന്ധികളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഈയിടെയായി സിനിമയിൽ രാഷ്ട്രീയത്തിലേതുപോലെ തന്നെ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സിനിമയും രാഷ്ട്രീയവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. മാത്രമല്ല, ഇത്തരം പല വിവാദങ്ങളും ഉണ്ടാവുമ്പോൾ കുട്ടനും മുട്ടനും എന്ന രണ്ട് ആടുകളുടെ കഥയാണ് തന്റെ മനസ്സിൽ വരാറുള്ളത്. ആരാണ് കൂടുതൽ ശക്തൻ എന്ന് രണ്ട് ആടുകൾക്കിടയിൽ തർക്കം ഉണ്ടാവുകയും അത് തീർക്കാനായി അവർ ഒരു കുറുക്കന്റെ അടുത്തെത്തുകയും അവരോട് പരസ്പരം കൂട്ടിയടിച്ച് ശക്തി തെളിയിക്കാൻ കുറുക്കൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ അവരിൽ ഒരാൾ തീരുമ്പോൾ അത് തനിക്ക് കഴിക്കാമെന്ന കുറുക്കന്റെ കാഞ്ഞ ബുദ്ധിയാണ് ഇതിന്റെ പുറകിൽ. അതാണത്രേ സിനിമാ വിവാദങ്ങളും സൂചിപ്പിക്കുന്നത്. ഈ മുട്ടനാടുകളാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ, അല്ലെങ്കിൽ രണ്ട് മതങ്ങൾ. ഈ കുറുക്കന്റെ റോൾ എന്ന് പറയുന്നത് സിനിമയിലാണെങ്കിൽ പ്രമുഖ നടന്മാർ, പ്രമുഖ സംവിധായകർ, പ്രമുഖ നിർമ്മാതാക്കൾ എന്നിവരാണ്. ഇവിടത്തെ വിവിധ ആളുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് എങ്ങനെ സിനിമയ്ക്ക് കളക്ഷൻ നേടാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ കയ്യിലെ പണം എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. മാത്രമല്ല, മലയാള സിനിമയിൽ കലാകാരന്മാരില്ല, കലയെ വിറ്റ് ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ എന്നും മലയാള സിനിമ കാണുന്ന 75 പേരും വെറും വിഡ്ഢികളും കഴുതകളുമാണെന്നും താൻ പറഞ്ഞിട്ടുണ്ട് എന്നും പണ്ഡിറ്റ് പറയുന്നുണ്ട്. അവാർഡുകളൊക്കെ ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അവാർഡൊന്നും കിട്ടിയില്ലെന്നല്ല പറയുന്നത്. അവാർഡ് കിട്ടുമ്പോൾ പിന്നെ പ്രതിഫലം ഉയർത്തുകയാണ് ചെയ്യാറുള്ളത്. ആരാധകർ എന്ന് പറയപ്പെടുന്നവർ താരങ്ങളെ സുഹൃത്തുക്കളായി കാണുന്നു, ബന്ധുക്കളായി കാണുന്നു, ചങ്കുകളായും കാണുന്നു. എന്നാൽ അവർ ഇവരെ എങ്ങനെയാണ് കാണുന്നത്? വെറും കറവ പശുക്കളായും കഴുതകളായുമാണ് കാണുന്നത്. താരങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ആരാധകർ അവരുടെ ജോലിയും സമയവും ഒക്കെ കളഞ്ഞിരുന്ന് സിനിമ കാണണം. പക്ഷെ ആർക്ക് വേണ്ടിയും അടി ഉണ്ടാക്കരുത്, സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട്.